ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു സിമ്പിളാണ്. ഓപ്പറേറ്റർ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ പറഞ്ഞ ഓപ്പറേറ്റേഴ്സും കോൺസ്റ്റൻസും എല്ലാം കൂടെ, ഓപ്പറേറ്റേഴ്സും കോൺസ്റ്റൻസും വേരിയബിൾസും എല്ലാം കൂടെയുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ the symbols used to represent the operations are called operators. Then the operators plus individual constants and variables to form the expressions. So ഇവിടെ given expression എന്ന് പറയുന്നത് a plus b into 5, where പ്ലസും ഇൻറ്റും ഓപ്പറേറ്റേഴ്സ് ആണ്, എയും ബിയും വേരിയബിൾസ് ആണ്, 5 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലേഷണൽ, ലോജിക്കൽ, ബിറ്റ് വൈസ്, കണ്ടീഷണൽ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ആയിട്ട് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്. അപ്പോൾ ഈ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് എല്ലാം അരിത്മെറ്റിക് ഓപ്പറേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അഡീഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു, മൈനസ് ആണെങ്കിൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, ഇൻറ്റു സ്റ്റാർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, തന്നെ ഒരു ബാർ സിമ്പിൾ ആണെങ്കിൽ ഡിവിഷൻ, ദെൻ മോഡുലസ് ഓപ്പറേറ്റർ ഡിവിഷൻ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 5 മോഡുലസ് 3 എന്ന് പറഞ്ഞാൽ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പറേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും. ഇതിന് അതിൻ്റെ ഒരു ഗിവൺ പ്രോഗ്രാമാണ്. എക്കും ബിക്കും 2 വാല്യൂസ് കൊടുക്കുന്നു. ദെൻ സിയിൽ ആ എയിലും ബിയിലുള്ള വാല്യൂസ് അഡീഷൻ ചെയ്യുന്നു, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഫൈനലി മോഡുലസ് ഓപ്പറേഷൻ. ദ നെക്സ്റ്റ് ഈസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ മീൻസ് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സിന് ഫസ്റ്റ് ഈക്വൽ ടു. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എന്താണോ അത് ലെഫ്റ്റ് സൈഡിലോട്ട് അസൈൻ ചെയ്യും. ദെൻ പ്ലസ് ഈക്വൽ ടു മീൻസ്, പ്ലസ് ഈക്വൽ ടു കൊണ്ട് മീൻ ചെയ്യുന്നത്, ഇപ്പം സം പ്ലസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് സം ഈക്വൽ ടു സം പ്ലസ് 10. സം മൈനസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് സം ഈക്വൽ ടു സം മൈനസ് 10. ഓക്കെ, ഇനി അതുപോലെ ഡിവിഷൻ ഈക്വൽ ടു ഉണ്ട്, ഇൻറ്റു ഈക്വൽ ടു ഉണ്ട്, മോഡുലസ് ഈക്വൽ ടു ഉണ്ട്. സോ ഇതെല്ലാം നമുക്കൊരു വാല്യൂ, അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ ലെഫ്റ്റ് സൈഡിലോട്ട് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് എ പ്ലസ് ഈക്വൽ ടു 10 മീൻസ് എയുടെ വാല്യൂ എ ഈക്വൽ ടു എ പ്ലസ് 10. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ 20 ആയി. ദെൻ എ മൈനസ് ഈക്വൽ ടു 10 മീൻസ് വീണ്ടും 10 മൈനസ് ചെയ്ത് എയുടെ വാല്യൂ അഗെയിൻ 10 ആയി. ദെൻ എ ഇൻറ്റു ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ ഇൻറ്റു 10, അപ്പോൾ എൻ്റെ വാല്യൂ 100 ആയി. ദെൻ വീണ്ടും എ ഡിവൈഡ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് യൂസിങ് 10, സോ അത് വീണ്ടും 10 ആയി. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ 2 സ്ലാഷ് യൂസ് ചെയ്തിട്ട് ഒരു കമാൻഡ്സ് എഴുതിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് 2 സ്ലാഷ് യൂസ് ചെയ്തിട്ട് അസൈനിങ് വാല്യൂ ടേൺ ടു യൂസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ദെൻ സെക്കൻഡ് ഡബിൾ സ്ലാഷ് കൊടുത്തിട്ട് അസൈനിങ് എ വാല്യൂ ബൈ ആഡിങ് 10 ടു എ യൂസിങ് പ്ലസ് ഈക്വൽ ടു ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കുറേ കമാൻഡ്സ് കൊടുക്കാം. ആ കമാൻഡ്സ് കമ്പൈലർ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ കമാൻഡ്സ് എഴുതുന്നതിന് വേണ്ടി നമുക്ക് സിംഗിൾ ലൈൻ കമാൻഡ്സും ഉണ്ട്, മൾട്ടിപ്പിൾ ലൈൻ കമാൻഡ്സും ഉണ്ട്. സിംഗിൾ ലൈൻ മാത്രമായിട്ട് കമൻറ്റ്സ് എഴുതുന്നതിന് വേണ്ടി നമ്മൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് 2 സ്ലാഷ് കൊടുക്കാം. അപ്പോൾ 2 സ്ലാഷ് പ്രോഗ്രാമിൽ എവിടെ കണ്ടാലും, ഫോർ എക്സാമ്പിൾ ദിസ് വൺ, നമ്മൾ 2 സ്ലാഷ് അതായത് ഡബിൾ ഫോർവേഡ് സ്ലാഷ് നമ്മൾ എവിടെ കണ്ടാലും അത് മീൻ ചെയ്യുന്നത് ഒരു സിംഗിൾ ലൈൻ കമൻറ്റാണ്. അതിനെ ഫോളോ ചെയ്ത് വരുന്നതെല്ലാം ജസ്റ്റ് ഒരു 1 ലൈൻ കമൻറ്റാണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് കമൻറ്റ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് എന്ത് യൂസ് ചെയ്യാം? ദാണ്ടെ ഇതേപോലെ സ്ലാഷ് സ്റ്റാർ, ഇനി ഇവിടെ ഒരു കമൻറ്റ് എഴുതി ഇവിടെ ഒരു കമൻറ്റ് എഴുതിക്കുക. അത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ വീണ്ടും സ്റ്റാർ സ്ലാഷ്. എനിക്ക് തോന്നുന്നു ഞാനത് ക്ലാസ്സിൽ വിട്ടു പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഒറ്റ ലൈനിൽ കമൻറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ 2 ഡബിൾ സ്ലാഷ് കൊടുത്തിട്ട് എഴുതിപ്പോയാൽ മതി. മൾട്ടിപ്പിൾ ലൈൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ്സ് എല്ലാം ഇതേപോലെ സ്ലാഷ് സ്റ്റാറിനകത്തും ദെൻ സ്റ്റാർ സ്ലാഷിൻ്റെ ഇടയ്ക്ക് വേണം കൊടുക്കാൻ.
ദ നെക്സ്റ്റ് ഓപ്പറേറ്റർ ഈസ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസിനകത്തുള്ള വാല്യൂ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് രണ്ട് പേരെ തമ്മിൽ ഇത് ആരാണോ ലാർജർ, ആരാണോ ഗ്രേറ്റർ, ഈക്വൽ ആണോ, നോട്ട് ഈക്വൽ ടു ആണോ എന്നൊക്കെ നമുക്ക് കമ്പാരിസൺ നടത്താൻ വേണ്ടി റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രേറ്റർ ദാൻ. ഫോർ എക്സാമ്പിൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറയുമ്പോൾ നമ്മളോട് ചെക്ക് ചെയ്യുന്നത് എക്സിനകത്തുള്ള വാല്യൂ വൈനകത്തുള്ള വാല്യൂവിനെക്കാട്ടി ഗ്രേറ്റർ ആണോ. ദെൻ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, രണ്ട് വാല്യൂസ് സെയിം ആണോ, നോട്ട് ഈക്വൽ ടു, രണ്ട് വാല്യൂസ് രണ്ട് വേരിയബിൾസിനകത്തുള്ള വാല്യൂ ഡിഫറെൻ്റ് ആണോ. അപ്പോൾ ഇവിടെ എല്ലാം കമ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ട്രൂ എന്നായിരിക്കും അല്ലെങ്കിൽ ഫോൾസ് എന്നായിരിക്കും. അപ്പോൾ ട്രൂ ആണെങ്കിൽ അവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 ആയിരിക്കും, ഫോൾസ് ആണെങ്കിൽ അവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ ഇതിനകത്ത് 5 ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ 5 ഗ്രേറ്റർ ദാൻ 3 ആയതുകൊണ്ട് ആൻസർ ട്രൂ ആയതുകൊണ്ട് നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് 5 ലെസ് ദാൻ 3 ആണോ എന്ന് നോക്കും. 5 ലെസ് ദാൻ 3 അല്ലാത്തതുകൊണ്ട് അവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്യേണ്ടുന്ന കേസിലാണ് ഈ ലോജിക്കൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേഷൻസ് ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, എല്ലാ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി കുറേ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, ആ കേസിലായിരിക്കും നമ്മൾ ലോജിക്കൽ ഓർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ലോജിക്കൽ ആൻഡിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം, വൈ ലെസ് ദാൻ 5 ആയിരിക്കണം. രണ്ട് കണ്ടീഷനും അവിടെ ട്രൂ ആണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ആൻഡ് സിമ്പിൾ യൂസ് ചെയ്യും. മനസ്സിലായോ? നമുക്ക് കുറേ കണ്ടീഷൻസ് ഒറ്റ ലൈനിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം ട്രൂ ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ആൻഡ് ട്രൂ ആണെങ്കിൽ മാത്രം നമുക്കൊരു കാര്യം ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് വേണം, ഈ ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്യും. ഇനി നമ്മൾ കുറേ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ദാറ്റ് മീൻസ് ഫസ്റ്റ് കണ്ടീഷൻ ഓ സെക്കൻഡ് കണ്ടീഷൻ ഓ തേർഡ് കണ്ടീഷൻ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ലോജിക്കൽ ഓറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കാര്യം അതിൻ്റെ റിവേഴ്സാണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഇപ്പം എക്സ് ഈക്വൽ ടു 5 അല്ല ആകരുത്, അങ്ങനെ വരുന്ന കേസിലൊക്കെയാണ് നമ്മൾ ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. റിവേഴ്സ് കണ്ടീഷൻ നമ്മളത് ലോജിക്കൽ നോട്ട് യൂസ് ചെയ്ത് എന്തെഴുതുന്നോ അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ഈ വാല്യൂവിനെ ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ വീണ്ടും ഡെസിമലിനകത്തോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. So here these operators are used to perform bit operations where first the decimal values are first converted into binary values and then perform the operations on it. Okay, അപ്പോൾ bitwise AND ഉണ്ട്, bitwise OR ഉണ്ട്, bitwise NOT ഉണ്ട്, bitwise XOR ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ബിറ്റ്വൈസ് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും വാല്യൂ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാല്യൂസും 1 ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് 1, ബാക്കി എല്ലാ കേസിലും 0 ആയിരിക്കും. ഇനി ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രം 1 ആയാൽ 1 ആവും, ബാക്കി കേസിലെല്ലാം 0 ആയിരിക്കും. ഇനി നോട്ട് എന്ന് പറയുമ്പോൾ 1 ആണെങ്കിൽ അത് 0 ആവും, 0 ആകുമ്പോൾ അത് 1 ആവും. ഇനി എക്സോർ എന്ന് പറയുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, രണ്ട് വാല്യൂവും സെയിം ആണെങ്കിൽ 0 ആയിരിക്കും, ഡിഫറെൻ്റ് ആണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ അത് താഴെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ്. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റിലായിട്ട് എത്ര ആണോ കൗണ്ട് കൊടുത്തേക്കുന്നത് അത്രയും വാല്യൂസിന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിൽ 0s ആഡ് ചെയ്യും. ഇനി റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വാല്യൂസിനെ നമ്മൾ റൈറ്റിൽ നിന്ന് കട്ട് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റിൽ നിന്ന് 0s നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇത്. പഠിച്ചു വെക്കണം, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടീഷണൽ ടെർണറി ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സിമ്പിൾസ് നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് ഫുൾ കോഡ്സ് അല്ല ഫുൾ കോളൻ, ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് ഫുൾ കോളൻ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പ് ഒരു കണ്ടീഷൻ കൊടുക്കും, ദെൻ എന്താ കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് വേണ്ടുന്നതെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കിന് ഫോളോയിങ് ആയിട്ട് കൊടുക്കും, ദെൻ ഫുൾ കോളം കൊടുത്തിട്ട് ഫോൾസ് ആവുന്ന കേസിൽ എന്താണ് വേണ്ടതെന്നുള്ളത് കൊടുക്കും. ഒന്നും കൂടെ പറയാം, ആദ്യം ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പ് കൊടുക്കണം,
ദെൻ അതിനെ ഫോളോ ചെയ്ത് ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദെൻ ഫുൾ കോളം കൊടുത്തിട്ട് ഫോൾസ് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം. അത് ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് ദ കണ്ടീഷണൽ ഓപ്പറേറ്റർ. സോ ഇവിടെ നമ്മൾ 2 നമ്പേഴ്സ് കൊടുത്തു, അതിൻ്റെ ലാർജിനെ കണ്ടുപിടിക്കുകയാണ്. എൻ്റർ ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി, എനെയും ബിനെയും നമ്മൾ എൻ്റർ ചെയ്തു. ഇനി എന്താ, നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ ലാർജ് എന്ന് പറയുന്നത് എ ആണ്, അല്ലെങ്കിൽ ബി ആണ് ലാർജ്. സോ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് എന്നൊന്നും എഴുതേണ്ട, ജസ്റ്റ് ആ കണ്ടീഷൻ എന്താണോ അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അതിനെ ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്ക്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ, അല്ലെങ്കിൽ ബി. സോ ക്വസ്റ്റ്യൻ മാർക്കിനെ ഫോളോ ചെയ്ത് എ, ഡബിൾ കോഡ്സ് ബി. അപ്പോൾ ഈ അവിടെ കിട്ടുന്ന വാല്യൂ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്ക് അവിടെ എ എന്ന് കിട്ടും, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ നമ്മൾ വേറൊരു വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്തിട്ട് വേണം പ്രിൻറ്റ് ചെയ്യാൻ. അതായത് ഇവിടെ ലാർജിലോട്ട് അസൈൻ ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡിക്രിമെൻറ്റ് ഓർ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ മീൻസ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ മീൻസ് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ മീൻസ് 1 ഡിക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ 2 ടൈപ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻക്രിമെൻറ്റും ഉണ്ട്, പ്രീ ഇൻക്രിമെൻറ്റും ഉണ്ട്, പോസ്റ്റ് ഡിക്രിമെൻറ്റും ഉണ്ട്, പ്രീ ഡിക്രിമെൻറ്റും ഉണ്ട്. അപ്പം പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിളിന് മുമ്പാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്, 2++. ദെൻ പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന വേരിയബിളിന് ഫോളോയിങ് ആയിട്ടായിരിക്കും നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഡിക്രിമെൻറ്റിൻ്റെ കേസിൽ 2 ഡബിൾ മൈനസ് സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രീ ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, രണ്ടിനത് അഡീഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രീ ഇൻക്രിമെൻറ്റിൻ്റെ കേസിൽ ആദ്യം ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. പോസ്റ്റ് ഇൻക്രിമെൻറ്റിൻ്റെ കേസിൽ ആദ്യമേ നമ്മൾ വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും പിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് എന് 5, ബിന് 10 കൊടുത്തു. ദെൻ എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു 5. ദെൻ ++a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടാണ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ 6 ആയി. ഇനി എ++ എന്ന് പറയുമ്പോൾ ആദ്യം വാല്യൂ കിട്ടും. സോ എയുടെ വാല്യൂ 6, ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യും, പിന്നെ അത് 7 ആയി. അപ്പോൾ അവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം 6 എന്നേ വരത്തുള്ളൂ. 6 പ്രിൻറ്റ് ചെയ്തിട്ട് അത് 7 ആവും. 7 ആയി കഴിഞ്ഞ് പിന്നെ എ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് 7 ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ ബി ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്തപ്പോൾ ബിയുടെ വാല്യൂ 10 ആയിരുന്നു. മൈനസ് ബി എന്ന് പറയുമ്പോൾ ആദ്യമേ ഡിക്രിമെൻറ്റ് ചെയ്തു, പ്രിൻറ്റ് ചെയ്തു, അപ്പം 9 ആയി. ബി മൈനസ് എന്ന് പറയുമ്പോൾ ആദ്യം വാല്യൂ അങ്ങ് ഡിസ്പ്ലേ ചെയ്യും. സോ ബിയുടെ വാല്യൂ 9 എന്ന് കിട്ടും. എന്നിട്ടായിരിക്കും ഡിക്രിമെൻറ്റ് ചെയ്യുന്നത്. സോ ബി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്ത് 8 ആയി. ദെൻ ലാസ്റ്റ് ബിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 8 ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ലാസ്റ്റ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആംപർസാൻഡ് യൂസ് ചെയ്യുന്നത് അഡ്രസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റാർ യൂസ് ചെയ്യുന്ന പോയിൻ്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി. ദെൻ സൈസ് ഓഫ് എന്ന് പറഞ്ഞ സിമ്പിളുണ്ട്. സൈസ് ഓഫ് വിത്തിൻ ബ്രാക്കറ്റ്സ് എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ സൈസ് ഇൻ ബൈറ്റ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ.